ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ മകം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗമ്യ സ്വഭാവക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് ജീവിതത്തിലെ പുതുമകളെയും പരിഷ്കാരത്തെയും ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാർ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് വേഗത്തിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാലോ മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിവുള്ളവരാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വന്നാൽ പിന്നെ അതേ വേഗത്തിൽ തന്നെ അകലുന്ന സ്വഭാവവും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട്. അനാവശ്യമായിട്ട് ആരുടേതായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടാത്തതായിട്ടുള്ള ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് മറ്റൊരാൾ ഇടപെടുന്നതും ഇവർക്ക് ഇഷ്ടമാകാറില്ല. എന്നാലോ ആത്മവിശ്വാസം കൂടുതലുള്ളവരായതുകൊണ്ട് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സത്യസന്ധമായിട്ട് പരിശ്രമിച്ച് ഇവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് പൊതുവെ ഈ മകം നക്ഷത്രക്കാർ. മകം നക്ഷത്രക്കാർക്ക് 2026 പുതുവർഷത്തിലാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണെങ്കിലും വർഷത്തിൻ്റെ ആരംഭത്തിൽ, പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ 11-ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നത് കൊണ്ട് കഠിനാധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. എന്നാലോ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലാഭസ്ഥാനത്ത് നിന്ന് 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം മകം നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ടും രാഹുകേതുക്കളുടെ പ്രതികൂലമായിട്ടുള്ളൊരു അവസ്ഥയും മൂലം ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം. എന്തൊക്കെ പ്രതിസന്ധികളും വിഷമതകളും മനസ്സിൽ തോന്നിയാലും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിനെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ കഴിവതും സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. സാമ്പത്തിക സ്ഥിതി പൊതുവേ അനുകൂലമായിട്ട് കാണാമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ചു വേണം മുന്നോട്ട് പോകുവാനായിട്ട്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും പൊതുവെ സന്തോഷം കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ തർക്കങ്ങളോ മനോവിഷമതകളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ ശ്രദ്ധിക്കണം. ഇനി സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലെ വിശേഷിച്ച് വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്.